വീണ്ടും ജീവനെടുത്ത് കാട്ടാനക്കലി. തൃശൂർ വാഴച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വനവിഭവം ശേഖരിക്കാൻ പോയ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരണകാരണം കാട്ടാന ആക്രമണമാണെന്ന് വനംവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിരപ്പള്ളിയിൽ നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോകണം. അതിന് ഇവര് തടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് റിസൾട്ട് കിട്ടും? നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അവിടെ കൊണ്ടുപോകണ്ടെന്ന ഒരു അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നമ്മുടെ രീതിയിൽ ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നമുക്ക് നമ്മുടെ ബോഡി കിട്ടിയാൽ മതി. ഇതിനനുസരിച്ച് വേണ്ട ഇവര് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ടം കയറണ്ട. ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ്. അത് ആംബുലൻസിന് പാർട്ടിക്കാരല്ലേ? ഒരാൾ വരില്ലല്ലോ. രണ്ട് ബോഡി കൊണ്ടുപോകുന്നുണ്ടോ? ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസ് MP-യുടെ നേതൃത്വത്തിൽ, ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. നമുക്കൊപ്പം അവിടെ നിന്ന്, സംഭവ സ്ഥലത്ത് നിന്ന് റിയ ബേബി ചേരുന്നുണ്ട്. റിയ, നിലവിലെ സാഹചര്യം അവിടെ എന്താണ്? പോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത, അത് പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോയോ? ഈ അംബികയുടെയും സതീഷിന്റെയും ബന്ധുക്കൾക്ക് പരാതിയുണ്ടോ? ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വിശദമായി തന്നെ നടത്തണമെന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതനുസരിച്ച് ബന്ധുക്കൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അംബികയുടെയും സതീഷിന്റെയും മൃതദേഹം കൊണ്ടുപോയി. അതായത് അംബികയുടെ മരണം ഏത് തരത്തിൽ സംഭവിച്ചതാണ് എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന് ബന്ധുക്കളെ ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിലപാടെടുത്തതോടെയാണ് ആംബുലൻസിൽ മൃതദേഹം കയറ്റിയ ശേഷം ഈ ആംബുലൻസിന്റെ മുമ്പിൽ ഈ അംബികയുടെ ഒരു ബന്ധുക്കൾ കൂടിയായ ഒരാൾ കൂടി നിലത്ത് കടന്നു. മറ്റൊരു വിഭാഗം ബന്ധുക്കൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകണം നിലപാടെടുത്തു. കോൺഗ്രസ് കൂടി കൊണ്ടുപോകേണ്ട നിലപാടിനൊപ്പം നിന്നു. അങ്ങനെയാണ് പ്രതിഷേധം ഉടലെടുത്തത്. ആംബുലൻസിന് മുമ്പിൽ നിന്ന് പ്രതിഷേധം ഏതാനും മിനിറ്റുകൾ തുടർന്നു. പിന്നീട് പോലീസ് അടക്കം എത്തിയാണ് ആംബുലൻസ് ഇവിടെ നിന്ന് വിട്ടയക്കുകയും ചെയ്തത്. ഇതിൽ കോൺഗ്രസ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വാദം ഈ ആദിവാസികളെ, അതായത് ഇവരുടെ ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്, ആശുപത്രി അധികൃതർ ചെയ്തത്. കാരണം ഇതിൽ കളക്ടർ പോലും ഇവിടെ എത്തിയിട്ടില്ല, ബന്ധപ്പെട്ട അധികൃതർ എത്തിയിട്ടില്ല. ഒരു വിശദമായ മറുപടിയോ ഉറപ്പോ ബന്ധുക്കൾക്ക് നൽകിയില്ല. പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മൃതദേഹം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കളക്ടർ എത്തി നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടത്. എന്താണ് പറയുക? ഇപ്പൊ ഇത് നമ്മൾ കുറെ വന്യമൃഗ ആക്രമണവും ജീവൻ നഷ്ടപ്പെടുന്നതൊക്കെ കേരളത്തിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരുപക്ഷെ അവിടെയുള്ള ആ പ്രതിഷേധവും സമരവും ഒക്കെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ നഷ്ടപരിഹാര തുകയുടെ ഒരു ഗഡുവെങ്കിലും, ആദ്യത്തെ ഗഡുവെങ്കിലും വളരെ പെട്ടെന്ന് ആ കുടുംബാംഗങ്ങൾക്ക് നൽകുന്നതാണ്. ഇവിടെ വനംവകുപ്പ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ് അറിയാം? വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഈ 2 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരണം എന്നതാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കാരണം ഈ അംബികയുടെ മൃതദേഹം പുഴയോട് ചേർന്ന സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ട നിലപാട് വനംവകുപ്പ് ആദ്യം മുതൽ സ്വീകരിച്ചു. പക്ഷേ അതിലാണ് കോൺഗ്രസ് ഒരു പ്രതിഷേധ സ്വരം മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെ 2 പേരുടെ മരണം സംഭവിക്കുന്നു, കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നു കാട്ടാനയുടെ ആക്രമണമാണ് ഉണ്ടായത്, തങ്ങൾ ഭയം ഓടുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ നീതിയല്ല എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ, UDF, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം. അതുകൊണ്ടായിരുന്നു ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് കൂടി അവർ സ്വീകരിച്ചത്. എന്തായാലും ഈ 2 പേരുടെയും മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇനി മുതൽ ഉണ്ടാവുക. അതാണ് വലിയൊരു പ്രതിഷേധത്തിനിടയാക്കിയത്. കളക്ടർ ഇവിടേക്ക് എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു, പക്ഷേ കളക്ടർ എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചത്. ഇനി ഈ സാഹചര്യത്തിൽ അദ്ദേഹം എത്തുമോ എന്നറിയില്ല. എന്തായാലും UDF വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശാശ്വത പരിഹാരം നൽകിയത്.